സുഗമോ ദേവിയിൽ ഇനി വരാൻ പോകുന്നത് ആ കൊലപാതകത്തിന്റെ നാളുകളോ? അതെ കൂട്ടുകാരെ, നമ്മുടെ ത്യാഗരാജൻ ആ ഒരു ആട്ടിൻതോലിട്ട ചെന്നായ് എന്നോണം നമ്മുടെ സിദ്ധാർത്ഥന്റെയും ചന്ദ്രമതിയുടെയും പ്രഭാവതിക്ക് മുന്നിൽ കടന്ന് ഭയങ്കര നാടകം കളിക്കുന്നുണ്ട് ഇന്ന് വരുന്ന എപ്പിസോഡിൽ അല്ലെ. എല്ലാവരുടെ മുന്നിൽ വന്ന് മാപ്പ് പറയുന്നുണ്ട്. നമ്മുടെ സിദ്ധാർത്ഥന്റെ കാലിൽ വീണ് പോലും മാപ്പ് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭാർഗവി ആദ്യം ഇത് കണ്ടിട്ട്, ഈ ഒരു നാടകം, നമ്മുടെ ത്യാഗരാജന്റെ നാടകം കണ്ടിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ആട്ടുംതോലിട്ട് ചെന്നായാണ് നീ, നിന്നെ ഞാൻ ഒരു കാലത്തും വിശ്വസിക്കില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഭാർഗവീനെ നമ്മുടെ സിദ്ധാർത്ഥൻ തന്നെ വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്തുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ആരാണ്, നമ്മുടെ ഭാർഗവി തന്നെയായിരുന്നു ശരി അല്ലെ. അപ്പോഴത്തേക്കും നമ്മുടെ സിദ്ധാർത്ഥൻ എന്നിട്ട് നമ്മുടെ ത്യാഗരാജനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇനിയായിരിക്കും നമ്മുടെ അരുന്ധതിയുടെയും ത്യാഗരാജന്റെയും മറ്റൊരു പണി വരാൻ പോകുന്നത്. അതേ കൂട്ടുകാർ, ഇപ്പൊ എല്ലാവരും നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അരുന്ധതി പ്ലാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല, തന്റെ മകന് ഈ ഒരു ദുരന്തം സംഭവിക്കാൻ കാരണം പ്രഭാവതിയാണ്. അപ്പൊ പ്രഭാവതിയുടെ മകനെ അങ്ങനെ ഒരു ദുരന്തത്തിൽ പെടുത്തിയാലേ നമ്മുടെ അരുന്ധതിക്ക് ഇപ്പോൾ സമാധാനമാകൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നന്ദനെയാണ് നമ്മുടെ അരുന്ധതിയും ത്യാഗരാജനും കൂടെ ലക്ഷ്യം വെക്കാൻ പോകുന്നത്. അപ്പൊ നന്ദന്റെ ആ ഒരു ദുരന്ത വാർത്ത നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം അറിയുന്ന ഒരു നിമിഷമായിരിക്കും ഇനി വരാൻ പോകുന്ന കേട്ടോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.